വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ. ഈ ഫോട്ടോയിൽ കാണുന്ന ഭാര്യയും ഭർത്താവും കാണാൻ നല്ല ഭംഗിയുള്ളവരാണ്. കാണുമ്പോൾ തന്നെ വലിയൊരു ചേർച്ച, നല്ല കാണുമ്പോൾ ഇതൊരു സ്നേഹമുള്ളവരാണല്ലേ. എന്നാൽ അതിൽ ഈ യുവതി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആൽമ എന്നാണ് യുവതിയുടെ പേര്. ഇവരെ സ്വന്തം ഭർത്താവായ വിഷ്ണു എന്ന് പേരുള്ള ആൾ തന്നെ കുത്തിക്കൊന്നു. സാധാരണ ഒരു ഭാര്യയെ കുത്തിക്കൊല്ലുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലുണ്ടാവും എന്തൊരു ക്രൂരനായ ഭർത്താവ്, എന്നാലും എന്തിനാണ് ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യനെ കൊന്നത്? അതും ഇവർ പ്രണയ വിവാഹമായിരുന്നു അത്രേ. പ്രണയിച്ച് വിവാഹം കഴിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസൊക്കെ ഇടും. ആളുകൾ കണ്ടാൽ ഭയങ്കര അസൂയാണ്. ഇയാൾ നല്ലൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അതും PSCക്ക് ട്രെയിൻ ചെയ്യുന്നവർക്കാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നല്ലൊരു എന്താ പറയുക, കാണുമ്പോൾ ഒരു അസൂയ ഉണ്ടാവുന്ന കുടുംബമാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടും ഈ ഒരു ഭർത്താവ് ഈ ഭാര്യനെ കുത്തിക്കൊല്ലണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തൊരു ക്രൂരനാണല്ലേ. 2 ദിവസം മുൻപാണ് യുവതി കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം പാറശാലയാണ് അവരെ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരണം, ഈ കാരണങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളി. ഇത് ഒരുപക്ഷെ കൊല നടന്നിട്ടുണ്ടാവില്ല, അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ഈ റീസൺ നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടാകുന്ന നോക്കിയാൽ മതി. ഇവർ ഭയങ്കര സ്നേഹവും കാര്യങ്ങളിരുന്നത്. അങ്ങനെ ഇവൾക്ക് നല്ലൊരു ഫോണൊക്കെ മേടിച്ചു കൊടുത്തു. ഇവൾ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിലാണ്. ഈ ആൽമാന്ന് പേരുള്ള യുവതി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പൂച്ചകളുടെ സ്റ്റോറി. ഇങ്ങനെ ഭർത്താവിനോട് യാതൊരു വിലയില്ല. ഭർത്താവ് വന്നാലും മൈൻഡില്ല. ഇവർക്ക് മക്കളില്ല. അപ്പോൾ എല്ലാവരും കരുതിയത് കൊലപാതകം നടത്തിയപ്പോൾ മക്കളില്ലാത്ത ദേശത്തെ തുടർന്നുള്ള വഴക്കിനെ തുടർന്നാണ് നിൽക്കുന്ന ആൾ. ഇപ്പോൾ മക്കൾ ഒരാൾ മാത്രം വിചാരിച്ചുണ്ടാവണില്ലല്ലോ. അപ്പോൾ ഒരു ഭർത്താവ് നിലക്കുള്ള ഒരു പരിഗണനയും ഈ സ്ത്രീ കൊടുക്കില്ല. സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ലൈഫ്. ഓരോരുത്തർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കും, അവർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്. അയൽവാസികളോടും മിണ്ടൂല, ആരോടും ഒരു ബന്ധവുമില്ല. ഈ ഒരു മൊബൈൽ ലോകം സഹിക്കട്ടിട്ട് ഇയാൾ പലതവണ അത് വിളിച്ച് വാൺ ചെയ്തു. പൊന്നു മോളെ ഇത് ചെയ്യല്ലേ, ഒന്നുകിൽ ഞാൻ ഈ ജോലി കഴിഞ്ഞ് വന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ അതിന് സമയമില്ല. ഈ ഒരു ആകെ 10,000 ഫോളോവേഴ്സാണ് യൂട്യൂബിൽ ഇവർക്കുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ കാണുന്ന ദമ്പതികൾ എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ നിറകുടങ്ങളല്ലേ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഭർത്താവ് എന്നൊരു പരിഗണന കിട്ടാതെ വന്നതോടെ പലപ്പോഴും അത് വഴക്കുണ്ടാവലുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം ഇയാൾ ജോലി കഴിഞ്ഞ് വന്നു. ഭാര്യ ഫുള്ള് ഈ മൊബൈലുമ്പോൾ തന്നെ വിളി കേൾക്കില്ല. സഹി കെട്ടിട്ട് ഇയാൾ പിന്നെ കൂടെ ചെന്നിട്ടാണ്. അതായത് ഇങ്ങനെയൊക്കെ വിളി കയറിയിട്ട് മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ ഒരു നിമിഷം ഇയാളുടെ ഉള്ളിലെ മൃഗം ഉണർന്നു. അവൾ ആ കത്തിക്കങ്ങോട്ട് തീർത്ത് കളഞ്ഞിട്ട് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചൊന്നുമില്ല. ഇയാൾ നേരെ ബ്രദറായ ഒരു അഡ്വക്കറ്റിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനിത് ചെയ്തു, എന്നെക്കൊണ്ട് വേറെ മാർഗ്ഗമില്ല. അയാളാണ് പോലീസിനെ വിളിക്കുന്നത്. അയാൾ പോലീസിനെ വിളിച്ചെടുത്തിട്ട് ഇയാൾ പോലീസിന് കയ്യിൽ കൊടുത്തു. നമ്മുടെ കുടുംബത്തിൽ ഒരു ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ അവനവൻ്റെ റോള് മറക്കുന്ന ആളുകളുണ്ടോ? കൊലപാതകം നടന്നിട്ടുണ്ടാവില്ല, ഞാനിതിന് ന്യായീകരിച്ചു നിങ്ങൾ പറയണ്ട. പക്ഷേ ഇതിന് ന്യായീകരിക്കാവുന്ന രീതിയിലുള്ള കാരണങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ സംഭവം നടന്നപ്പോൾ എന്നാലും അവൻ എന്തൊരു കാലമാടനാടാ, ഇത്രയും നല്ല സുന്ദരിയായ ഒരു ഭാര്യ എന്തിനു കൊന്നു? അതും അവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്ന സ്നേഹത്തിൻ്റെ നിറകുടമായ പോസ്റ്റാണ്. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ എന്താ പറയുക, ഈ റീൽസ് ലോകം ഉണ്ടല്ലോ, അതിനപ്പുറം ഒരു റിയൽ ലോകമുണ്ട് എന്ന് അറിയാതെ പോകുന്നതാണ് ഈ പ്രശ്നം. ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് സഹകരിച്ചിട്ട് പോകുമ്പോഴാണ് അത് ദാമ്പത്യം നന്നാവുള്ളൂ. പല കുടുംബങ്ങളിലും സ്ത്രീകൾ പറഞ്ഞാൽ അത് ഹക്കാണ്, സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ കൂടെ നിയമം നിൽക്കുക. പക്ഷെ ആ സ്ത്രീകളെ കിടന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭർത്താവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ നാവോ പ്രവർത്തനമോ ശരി ഉണ്ടാവില്ല. ഭാര്യ സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിൽക്കുക, അവനവൻ്റെ കർത്തവ്യങ്ങൾ അയൽപ്പക്കത്തുള്ളവരോട് പോലും മിണ്ടൂലത്രേ. അങ്ങനെ നിങ്ങൾ കുറേ സ്ത്രീകൾ, എനിക്കറിയാവുന്ന കുറേ സ്ത്രീകളുണ്ട്, എന്തും അപ്പിട്ടതും സ്റ്റോറി ഇടും, എല്ലാതും സോഷ്യൽ മീഡിയയിൽ മുഴുവനും. നമ്മൾ പണ്ടൊക്കെ നമ്മളൊരാൾക്ക് തിന്നാൻ കൊടുത്തിട്ട് അവനവന് തിന്നുമ്പോൾ കാണുന്ന അങ്ങനെയല്ല. ഇത് തിന്നുന്നതിന് മുൻപ്, തിന്നുന്നത് ആസ്വദിക്കുന്നതിന് മുൻപ് നമ്മളത് സ്റ്റോറി ഇടണം. നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോയാലും നമ്മൾ ആ ടൂറിൻ്റെ സ്ഥലം കണ്ട് ആസ്വദിക്കലല്ല, നമ്മൾ കാണുന്ന ടൂറിൻ്റെ സ്ഥലം നമ്മൾ കാണിപ്പിച്ചു കൊടുക്കുകയാണ്, നാട്ടുകാർക്ക് കാണിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റോറി ഇടണം. ഇതിടുന്നത് കൊണ്ട് മോശമൊന്നുമല്ല, ടെസ്റ്റ് ഇടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സ്വഭാവം സ്വന്തം ഭർത്താവിനെ പരിഗണിക്കാതെ സോഷ്യൽ മീഡിയ തന്നെ ജീവിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് ആൽമ എന്ന പേരുള്ള ഈ ഒരു 10-25 വയസ്സുള്ള യുവതിക്ക് സംഭവിച്ച ദുരന്തം. ഇത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ആ റിയൽ ലൈഫിൽ നിന്നൊന്ന് മാറുക, മൊബൈൽ ലൈഫിൽ നിന്ന് മാറിയിട്ട് ഒന്ന് ഭർത്താവിനോടും ഉണ്ടാ, അയൽപ്പക്കക്കാരോടും ഉണ്ടാ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോവുക. നമ്മൾ സോഷ്യൽ മീഡിയ ലൈഫിൻ്റെ ഒരു അപകടം ഏറ്റവും കുട്ടികൾക്ക്, ഈ കൗമാരക്കാരായ കുട്ടികൾക്ക് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവില്ലുണ്ട്. അവർ സൂയിസൈഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. പക്ഷേ മുതിർന്ന ഒരാളുകൾക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിന് ഒറ്റ മുടിയെടുത്ത ഉദാഹരണമാണ് നമ്മുടെ തലസ്ഥാന നഗരിയിലുണ്ടായ നടുക്കുന്ന ഈ കൊലപാതകം. ഈ കൊലപാതകത്തിൻ്റെ റീസൺ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സംഭവിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബം തകരുന്നു. അങ്ങനെയൊന്നുമല്ല.
സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ കുടുംബം തകരണതല്ല. സ്ത്രീകൾ സ്ത്രീകളായിട്ട് നിൽക്കുക, ഭർത്താവ് ഭർത്താവായിട്ട് നിൽക്കുക. ഇത് ജോലി കഴിഞ്ഞ് വരുന്ന ഒരാളോട് ഒരു തരത്തിലും കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഇങ്ങനെ കുറേ ഗൾഫിലുള്ളവരുണ്ട്. ഗൾഫിലുള്ളവരെ കാശുമൊക്കെ വാങ്ങി വെക്കും, ഒരു തരത്തിലും അങ്ങോട്ട് സ്നേഹമില്ല. ഈ ഭർത്താവ് അയക്കുന്ന കാശ് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ആ ഒരു വിചാരമില്ല. അയാളെ കാശ് കൊണ്ടാണ് ഡ്രസ്സ് വാങ്ങണത്, കറണ്ട് ബില്ല് നടക്കണത്. ഇതിൻ്റെ ഈ ഭർത്താവിൻ്റെ കുറ്റം എല്ലാ കുടുംബങ്ങളിൽ നിന്ന് പറയുകയും ചെയ്യും. നന്ദിയില്ലാത്ത ഈ വർഗ്ഗം കണ്ണി കണ്ടവരെ കൂടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. എന്നിട്ട് ശരീരം വരെ പങ്കുവെക്കാനും മടി ഉണ്ടാവില്ല. എന്നിട്ട് ഇവർ പറയും ഭർത്താവ് അങ്ങനെ ആക്കി, ഭർത്താവിൻ്റെ ഇത്ര കുറ്റങ്ങൾ, ഭർത്താവിന് അതില്ല ഇതില്ല. ഇവർ ചില ഭർത്താക്കന്മാർ കൊല്ലായിട്ടാണ് സഹിക്കെട്ടിട്ട് നിൽക്കുകയാണ്. കാരണം ഒന്ന് ഡിവോഴ്സായി കഴിഞ്ഞാൽ സ്വർണ്ണം കൊണ്ട് കൊടുക്കേണ്ടി വരും. പണ്ട് സ്വർണ്ണം വാങ്ങിയിട്ട് വീട് വാങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന ഇവരെ ഉള്ളിൽ 100 തവണ കൊന്നുണ്ടാവും ഇത്തരം പെണ്ണുങ്ങളെ. ഈ വിഷ്ണു ആയതുകൊണ്ട് അതെന്ത് ചെയ്തു, അത് തീർപ്പാക്കി. അവൻ എന്നിട്ട് നേരെ അഡ്വക്കറ്റായ അവൻ്റെ സഹോദരൻ എടുത്ത് പോവാണ്. സംഗതി ക്ലോസാണ്. ഇതെവിടെ ഈ സംഭവിക്കുന്നത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ അതിനെ ന്യായീകരിച്ചതല്ല, ഇതിൻ്റെ റിയാലിറ്റി പറഞ്ഞതാണ്. പലരും പറഞ്ഞ് കുട്ടികളില്ലാത്ത ദേശം, കുട്ടികളില്ലാത്ത ദേശത്തിന് ഭാര്യയെ തീർത്തിട്ട് എന്താ കാര്യം? അങ്ങനെയുള്ള വഴക്കല്ല. അപ്പോൾ ഇയാൾക്ക് സംശയരോഗമാണെന്ന്. പിന്നെ അതാണ്, ആരെങ്കിലും ഒരാൾ ഭാര്യ 24 മണിക്കൂറും ഫോണിലാണ്, എന്താണ് ഈ ഫോൺ, നിങ്ങൾക്ക് സംശയരോഗമാണ്. അല്ലെങ്കിൽ ഭർത്താവ് 24 മണിക്കൂറും ഫോണിലാണ്, ഭയങ്കര ഉടായ്പ, ഭയങ്കര ചാറ്റിങ്ങാവും. മനസ്സിലായി? നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് സംശയരോഗമാണ്. ഇങ്ങനെ നമ്മൾ ഈ ആളുകളുടെ ഉടായ്പ പിടിച്ചാൽ അപ്പം നമുക്ക് വരുന്ന പേരാണെന്ത്? സംശയരോഗം. അപ്പോൾ ഇതിനങ്ങനെ സംശയരോഗം, ഇതിന് പല പേരുകൾ ഇത് പറഞ്ഞു. സംശയരോഗിയാണ് ഇയാൾ. അത് ഒരു സംശയരോഗമല്ല. അവനവൻ്റെ പങ്കാളിയോടുള്ള വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാതെ വന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു പ്രകോപനം, ആ പ്രകോപനം കൈവിട്ടു പോയതാണ് ഈ യുവതിയുടെ ജീവനെടുക്കുക. അത് അവരെന്നെ സ്വയം വാങ്ങി വെച്ചതെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും ഞാൻ ഇയാളെ കുറ്റപ്പെടുത്തില്ല. അയാളങ്ങനെ ആക്കി തീർത്തതാണ്. അയാളൊരു കൊലപാതകി ആക്കി തീർത്തതാണ്. നിങ്ങൾ എതിർത്താലും ശരി, ഞാൻ അയാളെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. നമ്മുടെ പല കുടുംബങ്ങളിലും ഇതേ റീസണുകൾ ഉണ്ടായിരിക്കും, പക്ഷേ ഒരു ക്രൈം നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ റീസൺ എന്ത് ചെയ്യും, നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നല്ല കുടുംബിനിയാവുക, നല്ല ഭർത്താവുക, അപ്പോഴേ നല്ല ദാമ്പത്യം ഉണ്ടാവുള്ളൂ. ഒരാൾ മാത്രം നേരായതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല എന്ത് ദാമ്പത്യം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ.